ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണിത്. കുറച്ച് നിറങ്ങൾ മാത്രമാണ് കേട്ടോ അതിന് വേണ്ടി യൂസ് ചെയ്തത്. വൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റും പിന്നെ കുറച്ച് ബ്ലാക്ക് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ. ഫൈനൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്കൈ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പിൽ ഡാർക്ക് ഗ്രീൻ വെച്ച് അപ്ലൈ ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ ഡാർക്ക് വയലറ്റും അപ്ലൈ ചെയ്തു കേട്ടോ. പിന്നെ താഴോട്ട് ഞാൻ ഡാർക്ക് വയലറ്റും അതുപോലെ തന്നെ വൈറ്റും ചേർന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് എൻഡ് വരേക്കും, എൻഡിൻ്റെ കുറച്ച് മോൾ ഭാഗം വരേക്കും അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ശരിക്കും മേഘങ്ങൾ നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. വയലറ്റ് വെച്ച് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് കൊണ്ടും അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് ആ മേഘങ്ങൾക്ക് കിട്ടും. അങ്ങനെ കുറച്ച് താഴ്ഭാഗം എത്തുന്നതിന് മുന്നേ വരെ അങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഒരു കുറച്ച് പോർഷൻ നമുക്ക് ബ്ലാക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അതിലാണ് നമ്മുടെ ട്രീയും കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ട്രീ വരയ്ക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ട്രീ ആണ്, ലീഫൊന്നുമില്ല. ട്രീ കുറേ ചില്ലകളൊക്കെ ആയിട്ടുള്ളൊരു ട്രീ ആട്ടോ ഞാൻ വരച്ചത്. അപ്പോൾ നമുക്ക് ആ ഈവനിങ് വ്യൂവിൽ ആ ട്രീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. ശരിക്കും ആ സ്കൈയുടെ ഒരു ഭംഗിയാണ് അവിടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ലീഫ് കൂടി കൊടുത്താൽ പിന്നെ ആ സ്കൈയുടെ ഭംഗി അങ്ങോട്ട് പോകും കേട്ടോ. ഒരുപാട് ചെറിയ ചില്ലകൾ ഞാൻ തലങ്ങും വിലങ്ങൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇത്തരം സ്കൈക്ക് എന്തായാലും കാക്കകൾ വേണമല്ലോ, അത് ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ പിന്നെ കാക്കകളെ വരച്ചു. ഇന്നിവിടെ ഒരു പ്രാന്ത് പിടിച്ച ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല നട്ടുച്ചയ്ക്ക് കടുത്ത വെയിലുള്ളപ്പോൾ നല്ല കടുത്ത മഴ പെയ്തു. അതിനുശേഷം 5 മിനിറ്റോടുകൂടി ആ മഴ പോയി, പിന്നെയും കടുത്ത വെയിൽ വന്നു. പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറേ ഈച്ചകൾ വന്നിട്ട് വീഡിയോ എടുക്കണതിൻ്റെ ചുറ്റിനും ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു. ലാസ്റ്റ് കുറച്ച് പൂക്കൾ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഫൈനൽ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ, സീ യു.